ഹലോ, അസ്സലാമലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ കാലമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ബീച്ചിലൊക്കെ നമ്മളെ കൂന്തൽ നിറച്ചത്. അപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇവിടെ കൂന്തൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്നൊരു 6 കൂന്തലൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നല്ല വലിപ്പമുള്ള കൂന്തൽ തന്നെ നോക്കിയെടുക്കുക. ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ചിറകും തലയൊക്കെ വേറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനോട്ടുള്ള ഒരു മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ടാൽ. അപ്പോൾ വലിയുള്ളി ഒരു 2 എണ്ണവും, അതുപോലെ വെളുത്തുള്ളി ഒരു 5-6 എണ്ണവും, ഇഞ്ചി ഒരു ചെറിയ 2 പീസ്, പിന്നെ പച്ചമുളക് 3 എണ്ണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ഫുള്ള് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി വേണമെങ്കിൽ പേസ്റ്റ് ഇട്ടെടുത്താൽ മതി കേട്ടോ. ക്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ കടിക്കും. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കൂന്തലിൻ്റെ ചിറകും തലയൊക്കെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. ഒരു 1.5 സ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണോളം ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മല്ലിപ്പൊടി 1/2 സ്പൂണ്, കുരുമുളക് പൊടി 1/2 സ്പൂണ്, ഗരം മസാല 1/4 സ്പൂണ്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഇനി ഇതിലോട്ട് പെരിഞ്ജീരകം ചെറുതായിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം 1 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വഴറ്റിയിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇത്തെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ഇതായതിന് ശേഷം എന്നാലേ നമുക്ക് കൂന്തലിലോട്ട് ഇത് നിറക്കാൻ പറ്റുള്ളൂ ഫില്ലിങ്സിന്. അങ്ങനെ ഇതിങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ കൂന്തലെടുക്കുക, ഒരു ചെറിയ സ്പൂണ് വെച്ചിട്ട് ഇതിലോട്ട് നിറച്ച് കൊടുക്കട്ടോ. പക്ഷേ സ്പൂണൊന്നും പറ്റില്ല, നമ്മളെ കൈ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചൊക്കെ നിറച്ചതിന് ശേഷം പിന്നെ കൈ യൂസ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ ഇത് ഫില്ലിങ്സ് ഫുള്ള് നിറച്ചതിന് ശേഷം അതിൻ്റെ തലപ്പത്തൊരു ഈർക്കളോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ നല്ല നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നല്ല അമർത്തി നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തോനെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കണത്. ഒരു 2 സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുക്കർ ക്ലോസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഓവർ വേവൽ പറ്റില്ല, അപ്പോൾ നല്ല റബ്ബർ മാതിരി ആയിരിക്കും കേട്ടോ ഇത് കടിക്കണ സമയത്ത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കാശ്മീരി മുളക് പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ കൂന്തൽ ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് കണ്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റായിട്ട് ഒന്ന് മൂടി വെക്കാം. പിന്നെ നേരത്തെ കൂന്തലിൻ്റെ ബാക്കി വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ മൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓവർ വേവിച്ചാൽ നമുക്ക് സോഫ്റ്റ് കിട്ടില്ല.
അപ്പോൾ കൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.